മല്ലു റാപ്പേഴ്സിനെ പറ്റിയാണ് ഇപ്പം ചെറിയ രീതിക്ക് ഒരു വിവാദം കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇവർ പൊതുവേ ചെയ്യുന്ന കണ്ടൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ ട്രോൾ മീമാണ് ചെയ്യുന്നത്. അതായത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു റീൽ ചെയ്യുമ്പോൾ അതിൽ ഇത്തിരി ഒരു ട്രോൾ ചെയ്യാനുള്ളൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് അവർ ഈ ട്രോളല്ലാതെ അവരത് റീക്രിയേറ്റ് ചെയ്തൊരു ഹാസ്യമെന്ന രീതിക്കും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അതിനെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ സൊസൈറ്റിയിൽ അത്യാവശ്യം മോശമായ വസ്ത്രധാരണം, മോശമായ പെരുമാറ്റം അങ്ങനെ കാണിക്കുന്ന, അല്ലെങ്കിൽ അവർക്കതൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അവരതെടുത്ത് കണ്ടൻറ് ചെയ്യാറുണ്ട്. പിന്നെ അത് എനിക്ക് പേഴ്സണലി ഇവരുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രേക്ഷകരോ ജനങ്ങളോ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതൊരു കോമഡി രൂപേണ അവർക്കൊരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യൻ ഇവരെ പറ്റി ഒരു വിവാദങ്ങൾ പറഞ്ഞിട്ട് ഒരു എലമെൻ്റാണ് ഇങ്ങനെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീകളെയും സ്ത്രീ ശരീരങ്ങളെയും ഒക്കെ ഇവർ ആക്ഷേപിക്കുന്ന അവരെ വസ്ത്രധാരണങ്ങളെ പോലും ട്രോൾ ചെയ്ത് ആ യഥാർത്ഥ വ്യക്തിത്വം ആരാണോ അവരെ ആക്ഷേപിക്കുന്നു എന്നുള്ള ഇതിനും അതിന് ലൈക്ക് അടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇന്നലെ പറഞ്ഞായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തീപ്പൊരി ഇല്ലാതെ തീ ഉണ്ടാകത്തില്ലെന്നാണ് ചിന്തിക്കുന്നത്. ഇതിൽ ആ ഒരു പയ്യൻ മെയിനായിട്ട് എടുത്ത് പറഞ്ഞൊരു കാര്യം ആറ്റുകാൽ പൊങ്കാലയുടെ കേസാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ഇവർ ചെയ്ത ഒരു മീമും കാര്യങ്ങളൊക്കെ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു പയ്യൻ അങ്ങനെ കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയിൽ ഈ ഓൺലൈൻ മീഡിയ കുറച്ച് ആൾക്കാർ വന്ന് ഈ നായികമാരുടെയൊക്കെ ശരീരഭാഗങ്ങൾ ഷൂട്ട് ചെയ്തായിരുന്നു ഒരു ഹൈലൈറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. നായികമാരോ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അവരുടെ ശരീരഭാഗങ്ങൾ മറച്ച് പിടിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. എന്നിട്ട് വന്നിട്ട് പിന്നെ അത് നമുക്കൊരു പങ്കുമില്ല, ഓൺലൈൻ മീഡിയ എടുത്തെന്നുള്ള കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്കെന്താ തിരിച്ചറിവില്ലേ? ഈ ഒരു കാര്യം നിങ്ങളെ മുമ്പ് നടക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിവില്ല. അപ്പോൾ നിങ്ങളെ ഒരു ശരീരമൊക്കെ മറിച്ച് കിടന്ന് നിങ്ങളെ ഉത്തരവാദിത്തം തന്നെയാണ്. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ മല്ലു റാപ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ കുറ്റം പറയാനായിട്ട് ഇവർക്കൊന്നും ഒരു യോഗ്യതയില്ല. സമൂഹത്തിൽ നേരെ വണ്ണം റീൽ ചെയ്യാതെ അതിന് വിപരീതമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ അവർ മീം ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്ര കാര്യം മാത്രം. എനിക്ക് അവരുടെ ഈ ഒരു പ്രൊസീജിയേഴ്സിനെയും ഈ ഒരു വീഡിയോസിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ അത്യാവശ്യം എല്ലാവരെയും ഊക്കി വിടുന്നുണ്ട്. അപ്പം അങ്ങനെ കാണിക്കാൻ നിൽക്കുമ്പോഴാണല്ലോ ഒരു മീം ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കാതെ അവരുടെ ഇഷ്ടമല്ലേ, അങ്ങനെ ഇല്ലെങ്കിൽ എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടമാണെങ്കിൽ അത് ട്രോൾ ചെയ്യുന്നത് ഇവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ട് തമ്മിൽ അതങ്ങനെ ചെയ്യുന്നുള്ള കാര്യം അത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇന്നലെ ഈ ഒരു വിവാദങ്ങളെ കൊണ്ടായ സമയത്ത് അവരുടെ ഒരു ടോപ്പിക്കൊക്കെ ഒന്ന് മാറ്റി ഇത്തിരി വിശപ്പിനും ജോലിക്കും ഒക്കെ ഒരു പ്രാധാന്യം ഉണ്ടാകുമെന്ന രീതിക്കുള്ള ഒരു മീം ചെയ്തായിരുന്നു. ഗംഭീരമായിരുന്നു. അത് അവർ തന്നെ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കണ്ടൻറ്റ് മോശമാണെന്ന് പറയുന്ന രീതിക്കുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് മാറ്റുന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും മാറ്റേണ്ട കാര്യം ഞാൻ പറയും. മല്ലു റാപ്പർ ഇനിയും ഈ വിപരീതപരമായിട്ട് ട്രോളുകൾ അല്ലെങ്കിൽ ഈ റീലുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നും ഒരു പരിഹാസമായിരിക്കും. നിങ്ങളുടെ ഈ ഒരു പേജും അക്കൗണ്ടൊക്കെ ഇവിടെ തന്നെ വേണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. കാരണം ഞാൻ അവരുടെ കൂടെയാണ്. ആൾവേസ് വിത്ത് മല്ലു റാപ്പർ ഞാൻ പറയും. അവർ രസകരമായ രീതിക്കാണ് അതിനെ ആക്ഷേപിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മറ്റൊരു ഉപയോഗമുണ്ട്. ഇപ്പോൾ ഇവരൊന്നല്ല, ഈ ട്രോൾ കൊണ്ട് തന്നെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആകാൻ വേണ്ടി പറ്റും. ഈ ട്രോളുകൾ കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഉയർന്ന് ഒരു പടി കയറി വരുന്നത്. അപ്പോൾ അതൊരു മുതൽക്കൂട്ട് തന്നെയാണെന്നുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച് കൊള്ളുക. അതുകൊണ്ട് മല്ലു റാപ്പറിൻ്റെ ഒരു കണ്ടൻറ്റ് ക്രിയേഷനെ പറ്റി നമുക്ക് ആർക്കൊന്നും പറയേണ്ടതില്ല. അതായത് ഈ വസ്ത്രധാരണവും പെരുമാറ്റങ്ങളും ഒക്കെ സമൂഹത്തിന് വിപരീതമായിട്ട് നിൽക്കുമ്പോഴാണ് അവരുടേതായിട്ടേക്ക് ഒരു ആക്ഷേപം ഒരു മീം അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അവരുടെ കണ്ടൻറ്റായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രസകരമായിട്ട് അത് ആസ്വദിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അങ്ങനെ ഇതിലവരെ കുറ്റം പറയാതെ നിങ്ങൾ ആദ്യം കാണുന്ന ഒറിജിനൽ റീൽ എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ അതേ കണക്ക് ഈ ഒരു മീമും ഒരു ഫണ്ണായിട്ട് ട്രോളായിട്ട് കണ്ട് കളയുക. അല്ലാതെ അതിനെ അങ്ങ് പാർലമെൻറ്റ് പോലത്തെ പ്രശ്നമാക്കി മാറ്റാനും ലോക മഹായുദ്ധങ്ങളെ കണക്കത്താക്കി മാറ്റാനും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് മീമുകളെയും ട്രോളായി തന്നെ കാണുക. മല്ലു റാപ്പർ ഇനി മുന്നോട്ട് കൊണ്ടിരിക്കുക. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയുന്നവരും വിമർശകരും നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പാത്ത് വേ കണ്ടിന്യൂ ചെയ്ത് പോവുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയുള്ളൂ എനിക്ക് പറയാനായിട്ട്.